ധൻരാജ് രക്തസാക്ഷി ഫണ്ടിൽ സിപിഎം തിരിമറി നടത്തിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. പ്രധാനമായും പയ്യന്നൂർ എംഎൽഎക്കെതിരെയാണ് അദ്ദേഹം പറയുന്നത്. ടി.ഐ. മധുസൂദനന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്. വലിയ രീതിയിൽ പണം ലഭിച്ചിട്ടും അതൊന്നും വരവിൽ രേഖപ്പെടുത്തിയില്ല. പകരം ചെലവിൽ കൂടുതൽ തുക എഴുതി കാണിച്ചു, വ്യാജ രസീതുണ്ടാക്കി തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് എതിരെ, പയ്യന്നൂർ എംഎൽഎക്ക് എതിരെ, ടി.ഐ. മധുസൂദനെതിരെ ഇദ്ദേഹം ഉന്നയിക്കുന്നത്. പലതവണ ഇത് വെളിപ്പെടുത്തിയിരുന്നു. ഈ ഒരു വിഷയം കണക്കുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് മേലെ നൽകിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഓഫീസ് നിർമ്മാണ ഫണ്ടും വക മാറ്റിയെന്നുള്ള കാര്യം അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. ഏകദേശം 51 ലക്ഷം രൂപ ധൻരാജ് ഫണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 91 ലക്ഷം പാർട്ടിക്ക് നഷ്ടം, കുടുംബത്തിന് 18 ലക്ഷവും നഷ്ടമായി എന്ന് പറയുന്നു. ക്രമക്കേടിൽ അന്നത്തെ ഏരിയ സെക്രട്ടറിക്കും പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി രേഖാമൂലം അറിയിച്ചു, അതായത് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. എം.വി. ഗോവിന്ദൻ മാഷുമായി ഇക്കാര്യം സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു നടപടി ഉണ്ടായ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഏതായാലും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തലടക്കം നടത്തിയ ഒരു തന്റെ പുസ്തകം അടുത്ത ദിവസങ്ങളിൽ അത് പുറത്തിറങ്ങാനിരിക്കുകയാണ്. അതിൽ കൂടുതൽ വെളിപ്പെടുത്തൽ താൻ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ബിജീഷ്, ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പയ്യന്നൂർ എംഎൽഎക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചു എന്നാണ് പറയുന്നത്? നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ഒന്ന്, പാർട്ടിയുടെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിച്ചതിലുള്ള തട്ടിപ്പ്, അതുപോലെ തന്നെ സി.വി. ധൻരാജ് എന്ന് പറയുന്ന സിപിഎമ്മിന്റെ രക്തസാക്ഷിയായിരുന്ന ആളുടെ കുടുംബസഹായ നിധി പിരിച്ചതിനകത്തുള്ള തട്ടിപ്പ്, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ്. ഈ 3 ഫണ്ട് പിരിവ് നടക്കുന്ന ഘട്ടങ്ങളിലും ഏതായാലും അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണമാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിച്ചത്. രക്തസാക്ഷി ഫണ്ട് വകമാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. എംഎൽഎക്കെതിരെയും ആരോപണമുണ്ട്. ഫണ്ട് തിരിമറിയിൽ എംഎൽഎക്ക് പങ്കുണ്ട് എന്ന് പറയുന്നു. പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ല. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകുമെങ്കിൽ തനിക്ക് പേടിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള നടപടിയും താൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിജീഷ് ഗോവിന്ദനിലേക്ക് പോവുകയാണ്. ബിജീഷ്, മറ്റു വിശദാംശങ്ങൾ. അതായത് 3 കാര്യങ്ങളിലാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ, അതായത് നേരത്തെ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ്. ഒന്ന്, പയ്യന്നൂരിലുള്ള സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫണ്ട് പിരിവ്, മറ്റൊന്ന് സി.വി. ധൻരാജ് രക്തസാക്ഷി കുടുംബ ധനസഹായ ഫണ്ട്, മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുന്നത്. ഈ 3 വിഷയങ്ങളിലും വലിയ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. അത് നേരത്തെ തന്നെ പാർട്ടിയിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെടുത്ത് ഈ വിഷയങ്ങളിലുള്ള തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ അവരെടുത്തൊക്കെ അവതരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും സിപിഎമ്മിന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ വിഷയങ്ങളിലുള്ള അഭിപ്രായ ഭിന്നത പറഞ്ഞതിന്റെ പുറത്ത് അദ്ദേഹം പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 3 ഫണ്ട് പിരിവിന്റെയും ഘട്ടങ്ങളിൽ ടി.ഐ. മധുസൂദൻ, നിലവിലുള്ള സിപിഎമ്മിന്റെ പയ്യന്നൂർ എംഎൽഎ ആയിട്ടുള്ള ടി.ഐ. മധുസൂദന് പങ്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മധുസൂദൻ മാത്രമല്ല, അതിനുശേഷം മധുസൂദന് ശേഷം വന്ന കെ.പി. മധു എന്ന ഏരിയ സെക്രട്ടറിക്കും ഈ വിഷയങ്ങളിൽ പങ്കുണ്ട് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലാണ് ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒരു ഘട്ടത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് മാറ്റി നിർത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ച ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. എങ്കിലും കൂടിയും പാർട്ടി തെറ്റ് തിരുത്തുന്നില്ല, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തുറന്നു പറച്ചിലുണ്ടായതെന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അതിന് അദ്ദേഹം പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യം, അന്വേഷണ കമ്മീഷനെ അടക്കം താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമിച്ചിരുന്നു. ടി.വി. രാജേഷ്, അതുപോലെ തന്നെ പി.വി. ഗോപിനാഥ് തുടങ്ങിയവരടങ്ങിയ അന്വേഷണ കമ്മീഷനെ ഈ വിഷയത്തിനകത്ത് പാർട്ടി നിയോഗിച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണങ്ങളിൽ പരാതിക്കാരനെ ക്രൂശിക്കുകയും ഒപ്പം തന്നെ ആരോപണ വിധേയനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചതെന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്.